അടുത്ത വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ആദിവാസി യുവാവ് മരിച്ചത് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നെന്ന ആരോപണത്തിൽ ഉറച്ച കുടുംബം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. KCB താത്കാലിക ജീവനക്കാരനായിരുന്ന സന്തോഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പാറശാല താലൂക്ക് ആശുപത്രിയിൽ KCB താൽക്കാലിക ജീവനക്കാരൻ സന്തോഷ് മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാതെയാണെന്ന പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സന്തോഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അമ്പൂരി ഉന്നതിയിലെ ശ്മശാനത്തിൽ ഇന്ന് സംസ്കരിക്കും. ഭാര്യയും 4 വയസ്സുള്ള കുഞ്ഞുമൊത്ത് അമ്പൂരി ഉന്നതിയിലെ വീട്ടിലായിരുന്നു സന്തോഷ് താമസം. വളർത്തി അവൻ തന്നെയാണ് ഇതിന്റെ ആശ്രയം എല്ലാവർക്കും. പിന്നെ നാട്ടിനും വീട്ടിനും എല്ലാം നല്ലൊരു ആളായിരുന്നു. ഇന്ന് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു, താലൂക്ക് ഹോസ്പിറ്റലിൽ പാറശാല. അവിടെ പോയപ്പോഴത്തേക്ക് അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ അവിടെ യാതൊരുവിധ സംവിധാനവും ഇല്ല ചികിത്സയ്ക്ക്. പാറശാല ടൗണിൽ വൈദ്യുതി തൂൺ മാറ്റി സ്ഥാപിക്കുന്നതിനിടെയാണ് സന്തോഷ് കുഴഞ്ഞു വീണത്. സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഓക്സിജൻ നൽകാൻ പോലും ജീവനക്കാർ ഉണ്ടായിരുന്നില്ലെന്നാണ് ആരോപണം. തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകരും ബന്ധുക്കളും ആശുപത്രി ഉപരോധിച്ചിരുന്നു. പാറശാല താലൂക്ക് ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടായെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. അവർ പറയുന്ന അവരെ ഭാഗത്തിലും ക്ലിയർ ആയിട്ട് അവർ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ നേരിട്ടോ എന്ന് ഞങ്ങളടുത്ത് ഒരു വെല്ലുവിളിക്കുന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവർ വേണ്ട രീതിയിലുള്ള CPRോ അതിനുള്ള കാര്യങ്ങളോ ചെയ്യാതെ കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചത്. മാസങ്ങൾക്ക് മുമ്പാണ് പാറശാല താലൂക്ക് ആശുപത്രി നവീകരിച്ചത്. എന്നാൽ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലെന്ന് അന്നു മുതലേ ആരോപണം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.